ഫ്രണ്ട്സ്, ക്രൈസി മച്ചാൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. മച്ചാൻ വരെ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ എന്താണ് പറഞ്ഞാൽ വെച്ചാൽ പലവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കപ്പ് വാലിക്കുന്നത്. ടിഗ് വെൽഡിങ്ങിൻ്റെ തന്നെ ഒരു കപ്പ് വാലിക്കുന്നത് ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ട് നമുക്ക് മാറ്റിയെടുക്കാനും നമ്മുടെ വെൽഡിംഗ് ഒന്ന് ക്ലിയർ ആക്കിയെടുക്കാനും വേണ്ടി പറ്റാവുന്ന ഒരു കിടിലൊരു ടിപ്പാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണാൻ മച്ചാൻ വരെ. അപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ കപ്പ് വാലിക്കുക പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ വളരെ രീതിയിൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് കപ്പ് വാലിക്കാനും പഠിക്കാനും പറ്റും. അതുപോലെ തന്നെ നല്ല രീതിയിൽ വെൽഡിങ് ഫിനിഷിങ്ങും കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മച്ചാൻ വരെ ഒരു മിനിറ്റ് നമ്മുടെ യൂട്യൂബ് ഒന്ന് ഓണാക്കിയതിന് ശേഷം സെർച്ചിൽ ക്രൈസി മച്ചാൻ ടിപ്സ് ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനൽ വരും. ചാനൽ വരുന്ന സമയത്ത് ചുവന്ന സബ്സ്ക്രൈബർ ബട്ടൺ ഒന്ന് നെക്കി എനേബിൾ ചെയ്യുക. പിന്നെ അതിൽ കൂടെ തന്നെ ബെല്ലൈക്കന് നെക്കി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ മച്ചാൻ വരെ. അപ്പോൾ മച്ചാൻ വരെ നമുക്ക് പറഞ്ഞു വെച്ചാൽ കപ്പ് വാൽക്കുക പറഞ്ഞു വെച്ചാൽ വളരെ സിമ്പിളാണ്. എന്നാൽ ഇതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ നടന്നു പോകണില്ലേ, അതുപോലെ നടന്നു പോകണ പോലെ ഇങ്ങനെ എടുത്തിട്ട് പോയാൽ മതി. അതിൻ്റെ സ്പീഡും കൂട്ടുന്നതനുസരിച്ചിട്ട് ഈ കൈയുടെ ബാലൻസിങ് നമുക്കിപ്പോൾ കുറച്ച് അടിച്ച് നോക്കിയാലോ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വാൽക്കുന്ന കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഞാൻ ഇതാക്കി തരാം. എന്താണെന്ന് വെച്ചാൽ ഒരു റൂട്ടൊക്കെ അടിക്കുന്ന സമയത്ത് കാണുമ്പോൾ പറഞ്ഞു വെച്ചാൽ ഒരു ചെറിയ പരമാവധി ചെറിയ വളരെ നേരിയ ചെറിയ ടെൻഷൻ എടുത്തിടുക. അപ്പോൾ ഞാനിതൊരു 4-ൻ്റെയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാപ്പിംഗ് പോലെ അടിക്കണം നിൽക്കുന്നത്. അപ്പോൾ ഞാൻ 7-ൻ്റെ ഇട്ടിട്ടാണ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ചെറുത് എടുത്തിടാനുള്ള കാരണം പറയാനുള്ളത് പറഞ്ഞു വെച്ചാൽ ഇത് കറക്റ്റ് ഇതിൻ്റെ ജോയിൻറ്റിൽ വരും. ഈ ജോയിൻറ്റിൽ വരുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ വാൽക്ക് ചെയ്ത് എടുത്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കണ്ടിട്ട് മനസ്സിലാക്കിയെടുക്കുക. ഇതുപോലെ ചെറിയ രീതിയിൽ ഇത് കണ്ടോ, ഇങ്ങനെ ചുമ്മാ ഒരു ചരിവിൽ ഇങ്ങനെ എന്നിട്ട് വാൽക്ക് ചെയ്താൽ മതി. കാരണം വെച്ചാൽ നമ്മളൊരു നടന്ന് പോണ ഒരു രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ആ ടെൻഷനറിൻ്റെ പോയിൻ്റ് വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആ സമയത്ത് ചെറിയ രീതിയിലൊന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല രീതിയിൽ വാൽക്ക് ചെയ്യാൻ നമുക്ക് കിട്ടും. ഞാനിതൊരു കാണിച്ചു തരുന്നത് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് പൊസിഷനിലാണ്. അപ്പോൾ ഈ പഠിക്കുന്നവർക്ക് ഏറ്റവും ഉപകാരമാകാനും വേണ്ടിയിട്ടാണ് ഈ ഫ്ലാറ്റ് പൊസിഷനിൽ തന്നെ കാണിച്ചു തരുന്നത്. എന്താണെന്ന് വെച്ചാൽ വെർട്ടിക്കലോ ഏത് പൊസിഷനിലോ ആണെങ്കിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. പക്ഷേ അത് മാത്രമല്ലല്ലോ നമുക്ക് ഉദ്ദേശം. നമുക്ക് പഠിക്കുന്നവർക്ക് ഉപകാരമാവണം, പുതുതായി പഠിക്കുന്നവർക്കും ഉപകാരമാവണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോയും കൂടി ആയതുകൊണ്ടാണ് ഞാൻ ഈ തുടക്കം ഇങ്ങനെ തന്നെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വാൽക്ക് ചെയ്തിട്ട് എടുത്തിട്ട് പോവുക. അങ്ങനെ വാൽക്ക് ചെയ്തിട്ട് എടുത്തിട്ട് പോകുമ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നല്ല ഫിനിഷിങ് കിട്ടും. കാരണം വെച്ചാൽ വെൽഡിങ്ങിന് ഒരു കളറും അതിനനുസരിച്ചിട്ട് ഒരു ഫിനിഷിങ്ങും ഇത് കിട്ടും. പിന്നെ നല്ലൊരു ഫിനിഷിങ് കൂടെ തന്നെ നല്ല രീതിയിൽ അടിച്ചെടുക്കാനും നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെ വാൽക്ക് ചെയ്തെടുത്തിട്ട് പോകാം. അപ്പോൾ അതുപോലെ തന്നെ ഫസ്റ്റ് ലെയറോ സെക്കൻഡ് ലെയറോ എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഇങ്ങനെ വാൽക്ക് ചെയ്തെടുത്തിട്ട് പോകാം. ഇങ്ങനെ പതുക്കെ ചെയ്താൽ മതി. ഇതുപോലെ ഇങ്ങനെ പതുക്കെ ഇതാക്കിയാൽ മതി. ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ വാൽക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇത്തിരി പവർ ഒരു അധികം ഇട്ട് വാൽക്ക് ചെയ്ത് നോക്കുക. അതിന് ശേഷം കുറേശ്ശെ പവർ കുറച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണെന്നറിയോ, നമ്മുടെ ഈ ഫസ്റ്റ് ഇത്തിരി പവർ കൂട്ടിയിട്ടിട്ട് ചെയ്യാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉരുകണതിൻ്റെ നമുക്ക് ഈ മെറ്റൽ ഉരുകുമല്ലോ, വേസ്റ്റ് മെറ്റീരിയൽ ഉരുകുമല്ലോ. വെൽഡിങ് പൂള് റെഡിയാവുന്ന സമയത്ത് നമുക്ക് ഒരു ഇത് വരും. അപ്പോൾ നമുക്ക് ഇത്തിരി അണ്ടർകട്ടൊക്കെ വരും. അതൊന്നും സാരമില്ല. വെൽഡിങ് പഠിക്കുന്ന സമയത്ത് വെൽഡിങ്ങിൻ്റെ ആ വാൽക്കിങ് പഠിക്കുന്ന സമയത്ത് ഇത്തിരി അണ്ടർകട്ട് വന്നാലും നമുക്ക് വിഷയമൊന്നുമല്ല. നമുക്ക് ഏതെങ്കിലും ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ടെസ്റ്റൊക്കെ അടിക്കുന്ന സമയത്ത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു റൂട്ട് കണ്ടാൽ തന്നെ അവർ പറയും അപ്പോൾ ഓക്കെ അടിപൊളിയാണെന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണ് മച്ചാൻ വരെ നമ്മളിപ്പോൾ വാൽക്ക് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെയാണ് എങ്ങനെയാണ് നമ്മളിപ്പോൾ വാൽക്ക് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കേട്ടോ, ഇത് സൂപ്പ് ചെയ്ത് കാണിക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതെങ്ങനെ ഇട്ട് പോയാൽ മതി. ഇങ്ങനെയാണ് വാൽക്ക് ചെയ്ത് വെച്ചിട്ട് പോവുക. അപ്പോൾ വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ വളരെ സുഖമായിട്ട് ഇതുപോലെ ഇങ്ങനെ വാൽക്ക് ചെയ്തെടുത്തിട്ട് പോയാൽ മതി.
ഇതുപോലെ ഇങ്ങനെ വാളിക്ക് ചെയ്തെടുത്തിട്ട് പോകുമ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിങ്ങോടെ കിട്ടും. ഇത് നമ്മൾ അടിച്ചത് എന്ന് വെച്ചാൽ മിൽ സ്റ്റീലാണ്. അപ്പോൾ അതാണ് ഇതുപോലെ ഇരിക്കുന്നത്. അതുപോലെ അണ്ടർ കട്ട് വന്നാലും നമുക്ക് വിഷയമൊന്നുമില്ല. കാരണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് എന്ത് വന്നാലും നമുക്ക് വിഷയമില്ല. നമുക്ക് നമ്മുടെ ജോബ് നമുക്ക് റെഡിയാക്കി എടുക്കണം, നമുക്ക് പഠിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി മാത്രം മച്ചാന്മാരെ കൈ വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് പഠിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നമുക്ക് ചെയ്യാം. മച്ചാന്മാരെ ഈ കപ്പ് വാൽക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി പറഞ്ഞാൽ ഈ മച്ചാന്മാരെ ഈ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാം. മച്ചാന്മാരെ ഇതുപോലെ തന്നെ വെൽഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും വെച്ചാൽ നിങ്ങളുടെ കൂട്ടുകാരന്മാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ ബന്ധത്തിൽ ആരെങ്കിലും ഉണ്ടോ വെച്ചാൽ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മച്ചാന്മാരെ. അതുപോലെ തന്നെ ഈ കപ്പ് വാൽക്കുക എന്ന് വെച്ചാൽ വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ല. നമുക്ക് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ കപ്പ് വാൽക്കുക എന്ന് വെച്ചാൽ വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ല. കുറച്ച് ട്രെയിനിങ്ങോടെ കൂടെ നമുക്ക് കുറേ അങ്ങോട്ട് ചെയ്ത് നോക്കിയെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് തന്നെ കിട്ടും. മച്ചാന്മാരെ പുതുതായി പഠിക്കുന്നവരൊന്നും ടെൻഷനൊന്നും അടിക്കേണ്ട. അപ്പോൾ ഇതുപോലെ തന്നെ കപ്പ് വാൽക്കുക എന്ന സമയത്ത് നിങ്ങൾ ഒരു വെൽഡിങ് പഠിക്കുന്ന സ്ഥലമാണെന്ന് വെച്ചാൽ ഒരു വർക്ക്ഷോപ്പാണെന്ന് വെച്ചാൽ അവിടെ തന്നെ നിങ്ങൾ എന്താണെന്ന് പറയുക ഇതുപോലത്തെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടോർച്ച് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞ ടോർച്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കൈയുടെ ബാലൻസിങ് നല്ല അടിപൊളിയായിട്ട് കപ്പ് വാൽക്കാൻ കിട്ടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഓർഡിനറി ആയിട്ടുള്ള ടോർച്ചാണ്, പഴയ മോഡൽ ടോർച്ചാണ്. അപ്പോൾ കപ്പ് വലിക്കാൻ വെച്ചാൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടോർച്ച് ആകുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കപ്പ് വലിക്കാൻ പറ്റും. അതുപോലെ തന്നെ കൈയുടെ ബാലൻസാണ് മെയിൻ ആവേണ്ടത്. അപ്പോൾ ഈ കപ്പ് വലിക്കണമെന്ന് വെച്ചാൽ ഒരാഴ്ച നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണെന്ന് വെച്ചാൽ ഒരാഴ്ചയിനുള്ളിൽ നിങ്ങൾക്ക് ബെറ്ററായിട്ട് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ പറഞ്ഞാൽ വെച്ചാൽ തുടക്കം വല്ലാത്ത രീതിയിൽ തന്നെ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ അണ്ടർ കട്ടും ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് അവിടെ ഇവിടെ ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ അതൊക്കെ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഇത് കുറച്ച് ബാലൻസിങ് ആകുമ്പോൾ റെഡിയാവും. അപ്പോൾ മച്ചാന്മാരെ ടെൻഷൻ അടിക്കാണ്ട് വെൽഡ് ചെയ്ത് അടിപൊളിയാക്കുക. കാരണം വെച്ചാൽ നല്ല കുറേ നമുക്ക് നമ്മുടെ വെൽഡിങ്ങിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ട് എന്ത് കാര്യം പഠിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് നോക്കുക. നല്ല ട്രെയിനിങ് ആകുക. അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിൽ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ പുറം രാജ്യങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ടെസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഉപകാരമാവും. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് ഫുള്ളിരുന്ന് വാച്ച് ചെയ്തതിന് ശേഷം മറ്റുള്ളവർക്കും ഉപകാരമാകാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ആഴ്ച അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഗുഡ് ബൈ.